ഇന്നലെ നല്ലൊരു ഗംഭീര മഴ പെയ്തതിന്റെ ഭാഗമായിട്ട് ഇന്ന് കാലത്ത് നോക്കിയപ്പോൾ നമ്മുടെ വീടിന് ചുറ്റും മൂക്കോട് മൂക്കുമുട്ടിയെ കാണാത്ത മഞ്ഞെന്ന് പറയില്ലേ, അതായിരുന്നു കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ശ്രീയാണ് കേട്ടോ. നമ്മുടെ ഒരു പ്രിപ്പറേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീകുട്ടന് സ്കൂളിൽ പോകുന്ന നേരമാണ് കേട്ടോ, ഒരു 6:45 ടൈം. അപ്പോഴാണ് ഇങ്ങനെ മുക്കുകൂട്ടിയെ കാണാത്ത മഞ്ഞ് വരിക. ഈ വെളിച്ചം വരുമ്പോഴാണ് മഞ്ഞിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ശ്രീകുട്ടൻ എന്താ ക്ലാസ്സിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ശ്രീകുട്ടൻ പോകുന്ന വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചിട്ടൊരു വ്ളോഗ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ നടക്കാറില്ല കേട്ടോ. കാരണം ഷൂട്ടിങ്ങും അതോടൊപ്പം തന്നെ ഇവൻ്റെ ലഞ്ച് പ്രിപ്പറേഷനും സ്നാക്സ് പ്രിപ്പറേഷനും പിന്നെ ഇവനോടുള്ള ആ ഒരു വായ തുറക്കലൊക്കെ ആയിട്ടേ കാലത്ത് ഭയങ്കര ബിസി ആയിരിക്കും. പിള്ളേർ വലുതാവും തോറും നോട്ടി ആയിട്ട് വരിക എന്ന് പറയില്ലേ, കുറുമ്പ് കൂടി വരിക. ആ ഒരു അവസ്ഥയിലൊക്കെ തന്നെയാണ് ശ്രീകുട്ടൻ കേട്ടോ. എന്തോരം നേരം വേണമെന്നറിയോ കുളിക്കാനും ടോയ്ലറ്റിൽ പോകാനൊക്കെ. അങ്ങനെ നമ്മൾ പിന്നാലെ നിൽക്കണം, ശ്രീകുട്ട കഴിഞ്ഞോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഭാഗ്യം കുറച്ച് ദൂരം ശ്രീകുട്ടനെ കൊണ്ടുവന്ന് ആക്കും. അത് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് വന്ന് ആൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇപ്പോൾ കടയിൽ പോകുന്നത് കേട്ടോ. ചില ദിവസങ്ങളിൽ നേരം ഉണ്ടെന്നുണ്ടെങ്കിൽ കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അങ്ങനെ തന്നെ പോകും. അപ്പോൾ ഞാൻ കുറച്ച് നേരം ശ്രീകുട്ടൻ പോയതിന് ശേഷം എൻ്റെ പ്രഭാത കർമ്മങ്ങളൊക്കെ ഉണ്ടല്ലോ, സ്ട്രെച്ചിങ്, അതുപോലെ തന്നെ ഒരു കുളി, പിന്നെ ചെറുതായിട്ടുള്ള ഒരു യോഗ ഒക്കെ ഒന്ന് ചെയ്ത് ആ ദിവസത്തെ ഒന്ന് പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കും. പിന്നെ വെളിച്ചം വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ധാരാളം ജനലുകളുണ്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ. അതിൽ ആവശ്യമുള്ളത് മാത്രം, മെയിനായിട്ട് കുറച്ചധികം വെളിച്ചം കയറാൻ ആവശ്യമുള്ളത് മാത്രം തുറന്നിടലാണ് പിന്നെ എൻ്റെ പരിപാടി കേട്ടോ. പിന്നെ ഞാനും ഈ വീടും പിന്നെ ഇവിടുത്തെ കുറച്ച് പ്രാണികളും ജീവജാലങ്ങളും കിളികളും ഒക്കെ ആയിട്ട് ഒരു 3 മണി 4 മണി വരെ ഒറ്റയ്ക്കായിരിക്കും. അത് കാരണം കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളയമ്മയും ഡെൽസി ആൻറ്റീനും ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വന്ന് കാണലാണ് ഇപ്പോൾ പതിവ് കേട്ടോ. അങ്ങോട്ട് പോകാനുള്ള സമയമൊന്നും കിട്ടാറില്ല. പിന്നെ ഒരു 7 മണിയാകുമ്പോഴേക്കും ചില ദിവസങ്ങളിൽ ജിമ്മിന് പോകും. ഇന്നിപ്പോൾ പോയില്ല, ചെറുതായിട്ടൊരു വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പതുക്കെ നമ്മുടെ ദിവസത്തിലേക്ക് ഇങ്ങോട്ട് തുടങ്ങിയാലോ. കുറേ നാളായി മീൽ പ്രിപ്പറേഷൻ ചെയ്യണം എന്ന് വിചാരിക്കണം. പണ്ട് നമ്മുടെ കുഞ്ഞ് കിളിക്കൂട് വീട്ടിലായിരിക്കുമ്പോൾ മീൽ പ്രിപ്പൊക്കെ ചെയ്ത് വയ്ക്കുകയായിരുന്നു കേട്ടോ, വീട് പണിയുടെ ടൈമിൽ. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ഫ്രഷ് ആയിട്ട് നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള പച്ചക്കറികളൊക്കെ പറിച്ച് ഇത് ചെയ്യുന്നതായിരിക്കും അടിപൊളി. അതായത് അന്നന്ന് ഫുഡ് ഉണ്ടാക്കണതായിരിക്കും അടിപൊളി എന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഫോളോ ചെയ്ത് പോകാറുള്ളത്. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ചധികം കാര്യങ്ങൾ വീണ്ടും ചെയ്യാൻ വന്നപ്പോൾ ഫുഡ് നേരത്തിനാവണില്ല. എന്നാൽ പിന്നെ പ്രിപ്പ് ചെയ്ത് വെക്കാം. നമ്മൾ അന്ന് അച്ഛൻ നട്ടിട്ടുണ്ടായിരുന്ന മുളകും തേയും അതേ നിറച്ച് മുളകുണ്ടായെന്ന് മാത്രമല്ല, അതൊക്കെ പഴുക്കുകയും ചെയ്തു. ഇനി കുറച്ച് നേരം നമ്മുടെ എന്തായാലും ജിമ്മിന് പോകാത്തല്ലേ, മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു. കുറച്ച് അവിടെ ഇവിടെയൊക്കെ തട്ടി മുട്ടി നിന്ന് പൂക്കളെയും കിളികളെയും കാടും ഒക്കെ കണ്ട് കുറച്ചിങ്ങനെ എന്താ പറയുക, കുറച്ചിങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള മൈൻഡ് ഉണ്ടല്ലോ, അതുണ്ടാക്കിയെടുക്കാനായിട്ട് ഈ ഒരു മുറ്റടി വീടിന് ചുറ്റുള്ള നടത്തം സഹായിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ ചുറ്റും ഒരു ഒറ്റ കട ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇത് മതി നമുക്ക് ഏകദേശം നമ്മൾ 3 ആൾക്കുള്ള കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചേട്ടന്മാരും ശാന്തമ്മയൊക്കെ ഉണ്ടെങ്കിലാണ് കുറച്ചധികം ചീര പറമ്പിൽ പോയാൽ കിട്ടും കേട്ടോ. പക്ഷെ ഞാനത് അങ്ങോട്ട് പോകേണ്ട മണിക്ക് ഇവിടെ തന്നെ നട്ട് വെച്ചിട്ടുണ്ട് ഒരെണ്ണം. ഇതിലത്തെ ആ പൂ കളഞ്ഞ് എല്ലാം മാത്രം നുള്ളി എടുക്കലാണ് പതിവ്. ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങണ്ടല്ലോ, നാളികേരം കൂടെ പൊതിച്ചിട്ട് നമുക്ക് അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചു. മുളകും ചീരയും നാളികേരം ഒക്കെ ആയിട്ട് വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടേ ഈ ഫുഡ് എന്ത് കഴിച്ചാലും നമുക്ക് ഈ ഹെൽത്തി ആണോ ഓയിലുണ്ടോ അതിൽ ഫാറ്റ് ഉണ്ടോ എന്നൊക്കെയുള്ള ചിന്ത കാരണം കൊണ്ട് ഒരു സാധനവും നേരാവണ്ണം കഴിക്കാൻ പറ്റണില്ല. അതാണ് ഞാൻ മീൽ പ്രിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരമായിക്കോട്ടെ. പിന്നെ നിങ്ങൾ കുറേ ദിവസമായി പറയണോ ശ്രീ ചേച്ചി ഭയങ്കര മടിച്ചായിട്ട് വരിക, വീഡിയോസ് ഇടുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മീൽ പ്രിപ്പിൻ്റെ കൂടെ നിങ്ങളെയും കൂടെ കൂട്ടിയിട്ട് ഒരു ദിവസം എങ്ങനെയാണ് മീൽ പ്രിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് കാണിക്കാമെന്ന്. ഇതിപ്പോൾ ഞാൻ 1-2 ആഴ്ചയായിട്ടുള്ള ട്രൈ ചെയ്ത് തുടങ്ങിയിട്ട്, പക്ഷെ വർക്കൗട്ട് ആവുന്നുണ്ട്. ഇന്നപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ പോഹയാണ് ഉണ്ടാക്കാൻ വന്നത്. പോഹ ചേച്ചിമാർ പറയുന്ന പോലെ. അപ്പോൾ ഞാൻ ചീരയൊക്കെ ഇട്ടിട്ടാണ് പോഹ ഉണ്ടാക്കണത് കേട്ടോ. പോഹ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ അവിലിനെയാണ് പറയുന്നത്. ഈ അവിൽ ഭയങ്കര ഫുൾഫില്ലിങ്ങാണ്. ഇതിങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ വിഴിഞ്ഞോണൊക്കെ കിടക്കുമെന്ന് പറയില്ലേ, അതുകൊണ്ട് വിശക്കുകയില്ല. അപ്പോൾ നമുക്ക് കാർബും കുറവാണ്, കാർബോഹൈഡ്രേറ്റും കുറവാണ്. അത് കാരണം നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഫുഡ് കഴിക്കണം. അല്ലെങ്കിൽ ജിമ്മിൽ പോയി മരിക്കുന്നതിന് ഒരു ഉപകാരം ഇല്ലാണ്ടാവുന്നേ. അപ്പോൾ നമ്മളതിൽ ചീര നന്നാക്കി അതായത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പിന്നെ സവോള പിന്നെ ഉരുളക്കിഴങ്ങ് അത്ര നല്ലതൊന്നുമല്ല, പക്ഷെ എല്ലാം കുറച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ കഴിക്കാം എന്നാ. കുറേ കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളെ കഴിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞങ്ങൾ ട്രെയിനർ പറയാറുള്ളത്. അതുകൊണ്ട് നമുക്ക് കുറേ നാൾ എല്ലാ സാധനങ്ങളും കഴിക്കാം. അപ്പോൾ കുറച്ച് ഒലീവ് ഓയിൽ പിന്നെ കുറച്ച് കോക്കനട്ട് ഓയിൽ. എനിക്ക് ആ കോക്കനട്ടിൻ്റെ മണം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണയുടെ മണം മൂക്കിക്ക് അങ്ങോട്ട് അടിച്ച് കയറിയില്ലെങ്കിൽ ഞാൻ ഫുഡ് കഴിച്ചു എന്നുള്ളൊരു തോന്നൽ അങ്ങോട്ട് ഇല്ല. അപ്പോൾ നമുക്ക് അതിൽ കുറച്ച് കപ്പലണ്ടിയും അതോടൊപ്പം തന്നെ കുറച്ച് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ സവോളയും കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അടിപൊളി കേട്ടോ, അത് ഇട്ട് കൊടുത്ത് കുറച്ച് പച്ചമുളകും കൂടെ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. കുനാന്നരിച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അതിട്ട് കൊടുത്ത് ചീരലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ
കറിവേപ്പിൻ്റെ ഇലയിൽ ഇട്ടിട്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. എന്നിട്ട് നമ്മൾ കുറച്ചൊന്ന് വെള്ളം നനച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അവിലാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ആ മല്ലിയിലയും കൂടെ വിതറിയിട്ടുണ്ടെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു പോഹ കിട്ടും. അവർ ചീരുന്നിടില്ല കേട്ടോ. നമ്മൾ നമ്മുടെ വേഷനിൽ ഓരോ കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, പരീക്ഷണങ്ങൾ നടത്തുക എന്നുള്ളതാണ്. പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് 3 ദിവസത്തേക്ക് ഇനി ഇത് മതി കേട്ടോ, വളരെ കുറച്ചേ കഴിക്കുള്ളൂ. ഈ കാപ്പി നമ്മളിങ്ങനെ മധുരം ഇട്ടില്ലെങ്കിലും ഞാൻ കുറച്ച് നമ്മുടെ ഗോൾഡില്ലേ, ഷുഗർ ഫ്രീ ഗോൾഡ്, അത് ഇട്ടും. എന്നിട്ട് അതങ്ങോട്ട് കഴിക്കുമ്പോൾ നല്ല വിശയിൽ കഴിക്കുമ്പോൾ എനിക്ക് എല്ലാ ഫുഡും, എനിക്കങ്ങനെ ഫുഡിൽ സലാഡ് കഴിക്കാൻ പാടില്ല, അത് കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ല കേട്ടോ. എൻ്റെ മണി അടിച്ചു, ആ മണി ക്ലോക്ക് അവിടെ ഉള്ള കാരണം കൊണ്ടേ നമുക്ക് സമയം പെട്ടെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അയ്യോ ഇത്ര സമയമായോ, വായോ അടുത്ത മണി എടുക്കാമെന്നുള്ള ഒരു രീതിയിൽ ഒരു ദിവസം പ്രൊഡക്റ്റീവ് ആവാനായിട്ട് എൻ്റെ അജന്തയുടെ ക്ലോക്കിനെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നാളത്തേക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്കൊന്ന് സ്നാക്സ് കഴിക്കണമെന്ന് തോന്നുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടും അത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ പോഹ തന്നെയാണ് കേട്ടോ. പിന്നെ അരി ഉഴുന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നാളത്തേക്കോ അല്ലെങ്കിൽ മറ്റന്നാളത്തേക്കോ ഒക്കെ ദോശയും ഇഡലിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇഡലി അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ഡയറ്റ് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ എൻ്റെ മുഖത്തൊക്കെ കണ്ടോ നിറയെ കുരുക്കൾ. നിങ്ങളെല്ലാവരും പറയും ശ്രീജിച്ചിൻ്റെ മുഖം എന്തൊരു ക്ലിയറാന്ന് പറഞ്ഞു പിള്ളേരെ കുരു വന്നു. അപ്പോൾ ഞാൻ നമ്മുടെ ഹിമാലയയുടെ സിറപ്പ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഹോർമോണൽ വേരിയേഷൻസ് വരും, പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ വേരിയേഷൻസ്, സ്ട്രെസ്സ്, അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പിമ്പിൾസ് വരും. ഞാൻ ആമസോണിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ് നിങ്ങളെ കാണിച്ചിട്ടാന്ന് വെച്ച്. ഈ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റ് ആമസോണിൽ നിന്ന് കിട്ടും വില കുറവിന് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയൂ. അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോളൂ. ഇതാണ് സംഭവം. ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്ന ആമസോൺ. ഞാൻ കാണിച്ചതാട്ടോ. ഒരു സ്ട്രിപ്പ് ഓർഡർ ചെയ്തതാ വന്നത്. ഇത് സാധാരണ നമ്മുടെ പാരസെറ്റാമോൾ. ഇത് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളതുണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക്. പാരസെറ്റാമോൾ കഴിക്കരുത്, പാരസെറ്റാമോൾ ഈസ് സൈലന്റ് കില്ലർ എന്നാണ് ഡോക്ടർമാർ പോലും പറയുന്നത്. വേദന വരുമ്പോൾ നമ്മളിത് കഴിച്ച് നമ്മുടെ വേദനയെ നമ്മൾ സപ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് വേദന വന്നത് എന്നുള്ള കാര്യം നമ്മൾ എന്താ പറയുക, എന്തുകൊണ്ടാണ് വേദന വന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ആ ഒരു കണ്ടീഷൻ്റെ ഇൻറ്റൻസിറ്റി കൂടും, അപ്പോൾ നമുക്കത് വേറെ രോഗങ്ങളിലേക്ക് തിരിയും. സോ ഡോണ്ട് യൂസ് പാരസെറ്റാമോൾ അൺലെസ് റിയലി അർജൻറ്റ്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു തലവേദന, സഹിക്കാൻ പറ്റാത്തൊരു തലവേദനയൊക്കെ വന്നു, അതെന്തെങ്കിലും ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ വെയിലത്ത് പോയതിൻ്റെ പേരിലോ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ 2-3 മാസം കൂടുമ്പോൾ ഒരെണ്ണം എടുക്കാം എന്നല്ലാതെ പീരിയഡ്സിൻ്റെ വേദനയ്ക്ക്, അതുപോലെ തന്നെ കാൽമുട്ട് വേദനയ്ക്ക്, കഴുത്ത് വേദനയ്ക്ക്, തലവേദനയ്ക്ക്, വേറെ എവിടെ വേദന വന്നാലും പാരസെറ്റാമോൾ കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഡോണ്ട് ഡു ദാറ്റ്. അപ്പോൾ ഇതെനിക്ക് ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തപ്പോൾ വന്നതാണ്. കുറേ എണ്ണം നമുക്ക് പാരസെറ്റാമോൾ വന്നു. പിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ കൂട്ടുകാർ പറയുന്നതിലും കുറച്ച് കാര്യമുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നാളായി ക്യാമറ നോക്കി ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുത്ത് പോലെ തന്നെയുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യണമല്ലേ നേരിട്ടിട്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ മിസ് ചെയ്തോ? വെരി സോറി കേട്ടോ. ഇനി ഞാൻ അത് ഉണ്ടാവാണ്ട് നോക്കാം. കുറേ ചേച്ചിമാർ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ താഴത്തെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ പറഞ്ഞു ശ്രീ ഭയങ്കര മടിച്ചായിട്ടാണ് വരുന്നത്. മടി കാരണം കൊണ്ടല്ല, വേറെ കുറച്ച് കാരണം കൊണ്ടൊക്കെയാണ്, നമുക്ക് വേറെ തിരക്കുകളൊക്കെ ഉള്ള കാരണം കൊണ്ടൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോട്ടാറിലിൻ്റെ ഈ ഒരു ക്രീം ഞാൻ യൂസ് ചെയ്യും, പിന്നെ ഇമോലിൻ്റെ ഈ ഒരു ക്രീം യൂസ് ചെയ്യും. ഇത് എല്ലാവരുടെ സ്കിന്നിനും സ്യൂട്ട് ആയിക്കൊള്ളണം എന്നില്ല കേട്ടോ. നമ്മൾ നല്ലതാണെന്ന് പറഞ്ഞ് മേടിക്കുന്ന ചില സാധനങ്ങൾ ചില സ്കിന്നിനെ സ്യൂട്ട് ആവുള്ളൂ. എൻ്റെ നല്ല ഓയിലി സ്കിന്നാണ്. അത് കാരണം കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തത് തെറ്റി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിമ്പിൾസ് വരും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് വൺസ് അത് നമ്മൾ സിങ്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്നെ കൺട്രോൾ ചെയ്യുന്നതായിരിക്കും, പക്ഷേ അതെന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഗ്ലൈക്കോളിക് ആസിഡൊക്കെ നമ്മൾ ഈ ഒരു ഇത് വരുന്ന സമയത്ത്, അതായത് പിമ്പിൾ വരുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. നല്ല മാറ്റം ഉണ്ടാവാറുണ്ട്. പിന്നെ വിറ്റാമിൻ ഡി എല്ലാവരും ചെക്ക് ചെയ്യണം. എൻ്റെ ചേച്ചിമാർ ആരെങ്കിലും കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള മെൻ്റൽ പ്രഷറോ അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ, മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ വിറ്റാമിൻ ഡി ചെക്ക് ചെയ്യുക. ആഴ്ചയിൽ ഒരെണ്ണമാണ് ഞാനത് കഴിക്കുന്നത് കേട്ടോ. ഇത് പിന്നെ എല്ലാവർക്കും മേടിക്കാം. നിങ്ങൾക്ക് പല്ലുപുളിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈഡൻറ്റിൻ്റെ പ്രോ തന്നെ മേടിക്കണം കേട്ടോ. ഹൈഡൻറ്റിൻ്റെ പ്രോ ചെറുതാണ്, ഇത് അത്യാവശ്യം വിലയുണ്ട്. എന്നാലും നമ്മൾ ഒരാളൊക്കെ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 6 മാസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നല്ലതാണ്. പല്ലിൻ്റെ പുളിപ്പ് മാറുക എന്നുള്ളതാണല്ലോ നമ്മുടെ വിഷയം. അല്ലാതെ കുറച്ച് പൈസ അധികം പോകുന്നത് പല്ലുപുളിപ്പ് മാറിയിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റും, സന്തോഷം കിട്ടും. ചിന്തകൾ അങ്ങനെ നമ്മൾ ചിന്തിക്കണം. പിന്നെ നമ്മുടെ വിറ്റാമിൻ
മഞ്ഞി. പണ്ടത് മുഖത്ത് പൊട്ടിച്ച് തേച്ചിരുന്ന നമ്മൾ ഇപ്പം അത് കഴിക്കുകയാണ് ചെയ്യുന്നത്. കാലം വന്ന മാറ്റങ്ങൾ അല്ല, കാലം നമ്മളിൽ വരുത്തിയ മാറ്റങ്ങൾ. കുറച്ച് വിവരം ബുദ്ധിയും അതൊക്കെ വന്നപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു എന്ന്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഫാർമസിയിൽ നിന്ന് കിട്ടുന്നതാണ്, നമ്മുടെ ആമസോണിൻ്റെ ഫ്ലിപ്കാർട്ടിൻ്റെ. ഞാൻ ആമസോണിൽ നിന്നാണ് മേടിക്കാറുള്ളത് കേട്ടോ. കുറച്ച് 5-6 രൂപയൊക്കെ കുറവുണ്ടാവും, ചില സമയങ്ങളിൽ 20-30 രൂപയൊക്കെ കുറവുണ്ടാവും. നമ്മുടെ വിറ്റാമിൻ ഡിക്കൊക്കെ അത്യാവശ്യം നല്ല വില കുറവുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. ആക്ച്വലി നമ്മുടെ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മരുന്നുകൾ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തലൂർക്ക് പോകണം, 10-20-24 കിലോമീറ്റർ പോകണം. ഞാൻ അവിടെ പോകുമ്പോൾ ഇത് മേടിക്കാൻ മറക്കും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാനത് ഓൺലൈൻ മേടിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് കടകളിൽ നിന്ന് മേടിക്കാൻ സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ മേടിക്കുകയാണ് നല്ലത്. കാരണം അവർക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും. പിന്നെ നമ്മൾ ഓവറഡി ആയിട്ടുള്ള മെഡിസിൻസ് മേടിച്ച് കഴിക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇപ്പം എൻ്റെ പോലെ തന്നെ കുറച്ചും കൂടി റൂറലായിട്ടുള്ള ഏരിയയിൽ താമസിക്കുന്നവർക്ക് ഞാനൊരു ഇൻഫർമേഷൻ പാസ് ചെയ്തെന്നുള്ളൂ. നമുക്ക് ആമസോണിൽ നിന്നും ഇതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മെഡിസിൻസ് മേടിക്കാൻ കിട്ടും. ചില സമയങ്ങളിൽ അവർ വിളിച്ച് ചോദിക്കും നിങ്ങൾ ഏത് പ്രിസ്ക്രിപ്ഷൻ്റെ ഫോട്ടോ അയച്ചു തരുമോ എന്നൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്. ഇതിനൊന്നും വേണ്ടിയിട്ടല്ല ആക്ച്വലി ഞാൻ എടുത്തത്. കഴിഞ്ഞ ദിവസം ജിമ്മിൽ പോയപ്പോൾ കാലൊന്ന് ചെറുതായിട്ട് ഡമ്പൽ മൗണ്ട് പൊട്ടിയായിരുന്നു. അപ്പോൾ അതുമ്മ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഡൈനാപ്ലാസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വന്നത്. അപ്പോൾ ഇതും കൂടെ അങ്ങ് കാണിച്ചു തന്നു മാത്രം. അപ്പോൾ ഇനി നമുക്ക് പതുക്കെ നമ്മുടെ കിച്ചണിലേക്ക് തിരിച്ച് കിടക്കാം, മീൽ പ്രിപ്പ് തുടങ്ങാം എന്നാണ് വിചാരിക്കണം. നമ്മുടെ ബട്ടർഫ്ലൈയുടെ ചോപ്പർ ഉണ്ടല്ലോ, അത് പൊട്ടുകയല്ല ചെയ്തത്, പൊട്ടിയൊന്നുമില്ല, അതിൻ്റെ ഉള്ളിൽ കറങ്ങണില്ല, തിരിച്ച് കയറണില്ല ത്രെഡ്. അപ്പോൾ ഞാൻ 2 പുതിയ ചോപ്പർ മേടിച്ചിട്ടുണ്ട്. ഒരെണ്ണം USB ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രിക് ചോപ്പർ, ഒരെണ്ണം നമ്മുടെ കൈ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന ഈ ഒരു ഗണേശിൻ്റെ ചോപ്പർ. ഇത് രണ്ടും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാനത് വലിയ കാര്യത്തിൽ മീൽ പ്രിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചാലെന്നൊക്കെ വെച്ച് എടുത്ത് വെച്ചതാണ്, പക്ഷേ അതെനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും എൻ്റെ കയ്യിൽ നമ്മുടെ കുക്കുംബർ കിട്ടിയാൽ പിന്നെ പറയണ്ടല്ലോ, അതങ്ങോട്ട് കടിച്ച് ചവച്ച് കുറച്ച് നേരം നിന്നു. ഈ കേൾക്കുന്ന ശബ്ദം ആരുടെയാണെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ 90 കിഡ്സിന് മറക്കാൻ പറ്റാത്തൊരു ശബ്ദമാണ് ആ ശബ്ദം. അതൊക്കെ പോട്ടെ, നമ്മളിനി കടയിൽ നിന്ന് കൊണ്ടുവരുന്ന പച്ചക്കറികളാണ് എല്ലാം അതും കേട്ടോ. ഈ പറഞ്ഞ പോലെ തന്നെ ചില ദിവസങ്ങളിൽ നമ്മൾ മറക്കും പച്ചക്കറി കൊണ്ടുവരാൻ പറയാനായിട്ടേ. അപ്പോൾ ആ പച്ചക്കറികൾ അമ്മ കൊടുത്തുവിടും. അങ്ങനെ ഞാൻ വിളിച്ചു പറയും, അമ്മ കൊടുത്തുവിടും എന്തൊക്കെയാണ് വേണ്ടതെന്ന്. പിന്നെ അരി നമ്മൾ ആകെ 1-2 കിലോ അരിയാണ് ആകെ ഒരു മാസത്തേക്ക് യൂസ് ചെയ്യുള്ളൂ. അതൊരു ഗ്ലാസ് അരിയാണ്, അത് ചിലപ്പോൾ 2 ദിവസമൊക്കെ ഒരു ഗ്ലാസ് അരി ജയയുടെ അരിയാണ് നമ്മൾ യൂസ് ചെയ്യുക. അത് അതുകൊണ്ട് കേടാവില്ല. അത് നമ്മൾ വലിയ ബക്കറ്റിലിട്ട് വയ്ക്കും. എന്നിട്ട് നമ്മൾ ഒരു ഗ്ലാസ് എടുത്ത് നമ്മുടെ റൈസ് കുക്കറിൽ തിളപ്പിച്ചിറക്കി വയ്ക്കും. അതാണ് പതിവ് കേട്ടോ. ശ്രീകുട്ടനെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ചോറും അവനാണ് പിന്നെയും, ഞങ്ങൾ 2 വെച്ചിട്ട് ശ്രീകുട്ടനാണ് പിന്നെ ഇത്തിരി ചോറൊക്കെ കഴിക്കുന്ന ആൾ. പണ്ട് ഞാൻ ചോറ് കഴിപ്പിക്കാൻ എന്തോരം ബുദ്ധിമുട്ടിയിരുന്നെന്ന് അറിയോ? ഇപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നല്ല മീൻ കൂട്ടാൻ ഇറച്ചി കൂട്ടാനുണ്ടെങ്കിൽ ആൾ അടിപൊളിയായിട്ട് ചോറുണ്ണും. പിന്നെ ഇത്തിരി അച്ചാറും കൂടി ഉണ്ടെങ്കിൽ പറയും വേണ്ട. അപ്പം നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഒരെണ്ണം കേടായിട്ടുണ്ട്, ഇത് നമ്മൾ നമ്മുടെ സ്മൂത്തി അടിക്കാനായിട്ട് ഉപയോഗിക്കും. അത് കളയൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങനെ അതിൻ്റെ ആ ചീഞ്ഞ ഭാഗം മാത്രം മുറിച്ച് കളഞ്ഞ് നമ്മൾ എത്രയൊക്കെ മുന്നോട്ട് പോയാലും നമ്മൾ വന്ന വഴിയുണ്ടല്ലോ, നമ്മൾ 90 കിഡ്സിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. നമ്മൾ വന്ന വഴി നമ്മളിങ്ങനെ മറക്കാണ്ട് ഇങ്ങനെ വന്ന വഴി മറക്കരുത്. സത്യം പറഞ്ഞാൽ ഈ മീൽ പ്രപ്പൊക്കെ ചെയ്യുമ്പോഴേ കുറേ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ആലോചിക്കും, നമ്മൾ അന്നന്ന് മുരിങ്ങക്കൂട്ടാനും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്നന്ന് ചെയ്തിരുന്ന നമ്മളിപ്പോൾ എന്തോരം അഡ്വാൻസ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യണമല്ലേ. ഈ പ്രോട്ടീൻ കണ്ടന്റ് എത്തിക്കൽ പണ്ടുള്ളവർക്കൊന്നും അങ്ങനെ ബുദ്ധിമുട്ടുകൾ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും അവരുടെ വിഷയമല്ലായിരുന്നു. അവരുടെ വിഷയം അന്നന്ന് വയറ് നിറക്കൽ മാത്രമായിരുന്നു. നമ്മളെത്ര ഡെവലപ്ഡ് ആയല്ലേ. അപ്പോൾ പറഞ്ഞു തന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പുതിയതായിട്ട് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കബോർഡ് മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു റോളർ കോസ്റ്ററാണെന്ന് മേടിച്ചിട്ടുണ്ട്. ഈ ഒരു റോളിങ് ബ്ലാക്ക് കളറിലുള്ള സ്റ്റാൻഡായിരുന്നു മീഷോന്ന് മേടിച്ചതായിരുന്നു ഞാനത്. അത് നല്ലതാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ ഉള്ളിലാണ് എല്ലാ കണ്ടാമുണ്ടിയും കൂടി അടിച്ച് വരിയിടുക. ഇപ്പം ഞാൻ പുതിയതൊരെണ്ണം മേടിച്ചു. ഇത് അത്യാവശ്യം നല്ലൊരു അടിപൊളിയായിട്ടുള്ള, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ റൂം മേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് ഒരു കബോർഡ് മേടിച്ചില്ലേ, നമ്മുടെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനേക്കാളും സൂപ്പറായിട്ടുള്ള ഒരു കബോർഡാണ് കേട്ടോ. നമ്മൾ കാട്ടിലിട്ട് വെച്ചിട്ടുണ്ടാവും കുറേ സാധനങ്ങൾ. അങ്ങനെ ഞാനിതുപോലെ കാട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ്. വീടൊക്കെ എന്നല്ല, വീട് റിനോവേഷൻ എന്നല്ല പറയാം, വീട്ടിൽ കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കണം എന്നുള്ള ആൾക്കാർ ഇതൊരെണ്ണം മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇടാം. അതായത് നമ്മുടെ ഉള്ളി, വെളുത്തുള്ളി, സബോള സംഭവങ്ങൾക്കുപരി ഇതിപ്പോൾ നമ്മൾ റൂമിൽ കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ മേക്കപ്പ് പ്രോഡക്റ്റുകൾ, ഇപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ എൻ്റെ ഒരു കൊട്ട ലിപ്സ്റ്റിക്കൊക്കെ ഉണ്ടായിരിക്കും. നമുക്ക് പ്രൊമോഷൻ വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ ഇതുപോലത്തെ സംഭവത്തിലൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ അടിപൊളിയാണ്. ഇത് ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ. ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരുവിധം പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് അടിയിൽ ചെറിയൊരു ബോക്സ് കാണാനില്ലേ, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഇത് ആദ്യം പട്ടിയുടെ കയ്യിൽ മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ ഞാൻ കുറച്ച് നേരം വെച്ചുകൊണ്ടിരുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര എളുപ്പമാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനത് വായിച്ചു നോക്കാത്ത ആരുണ്ടാ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഫ്രണ്ടും ബാക്കൊക്കെ ഉണ്ടെന്ന്. അതൊക്കെ ആരോടെ തന്നിട്ടുണ്ട്, ABCD എന്നൊക്കെ എഴുതി. അത് ആ രീതിയിൽ അങ്ങോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി കബോർഡ് എന്നല്ല
എന്നല്ലടാ എന്നെ പറയാ, റാക്കോ ഡ്രോവറോ സംഭവം കിട്ടും കേട്ടോ. ഇത് ഉണ്ടാക്കാനും ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. കസ്റ്റമൈസ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിൽ വേറൊരു ലുക്ക് തന്നെ തരും. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ആ ഒരു വീല് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വീൽ എവിടെ വയ്ക്കുന്ന അറിയാത്തവരോട് കുറേ നേരം കയ്യിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നെ ഏറ്റവും ലാസ്റ്റ് അതിലൊരു കൊമ്പും കുടച്ചക്രമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീൽ എവിടെ വെക്കേണ്ടതെന്നുള്ള കാര്യം പിടികിട്ടി. ഇത് നോക്കണണ്ട. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ചില സമയങ്ങളിൽ കിളി പറക്കണ ഒരവസ്ഥ ഉണ്ടാവുമെന്ന്. ഇതെവിടെ വെക്കുന്നത് എന്തോരം നോക്കിയിട്ടും കാണണ്ടായിരുന്നില്ലായിരുന്നു. ഫൈനലി ഇതാ എൻ്റെ അത്ര ഹൈറ്റ് ഉണ്ട് കേട്ടോ. അതിന് 7 കമ്പാർട്ട്മെൻറ്റാന്ന് തോന്നുന്നു ഉള്ളത്. നമുക്ക് കുറച്ചും കൂടി കഴിയുമ്പോൾ ഇത് മൊത്തത്തിൽ കാണിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഫ്രിഡ്ജിൻ്റെ അടുത്തൊരു സ്പേസ് ഉണ്ട്, അതിലേക്ക് അത് കറക്റ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീല്. സെറ്റായി പഠിച്ച് കൊച്ച്. അപ്പോൾ ഇതിൽ പിന്നെ മാത്രമല്ല കേട്ടോ, ഒരു എനിക്ക് തോന്നുന്നു 20 കിലോളം സബോള കൊള്ളും തോന്നുന്നു കേട്ടോ ഒരെണ്ണത്തിൽ. ഞാൻ പറഞ്ഞില്ലേ ABCD എന്നൊക്കെ തന്നിട്ടുണ്ടെന്ന്. ഇതൊക്കെ വെച്ച് ഇതിങ്ങനെ ഒരുവിധം ക്ഷമയോടും കുറച്ച് പേഷ്യൻസോട് കൂടി കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് നമ്മുടെ ജീവിതത്തിൽ. ഈ വെപ്രാളം കൂട്ടുമ്പോഴാണ് നമ്മുടെ ജീവിതം ഭയങ്കര ഗഡുബിഡായിട്ട് പോകുന്നത്. കുറച്ചൊന്ന് കാമാൻ അന്ന സ്പീഡിൽ ചെയ്യും വേണം, അന്ന കുറച്ച് കാമാൻ ക്വയറ്റായിട്ട് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക, കാര്യങ്ങൾ ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതേ കണ്ട നമ്മുടെ ഈ സംഭവം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഈ ഒരു റാക്ക് 1 2 3 4 5 6 7 ഉണ്ടടാ, 7 ഉള്ളത് നമുക്ക് ഇവിടെ വെക്കാം. അപ്പോൾ ഞാൻ എല്ലാവരും ചോദിക്കും എങ്ങനെയാണ് പിന്നിലത്തെ സ്വിച്ച് ഇടാന്നത്, ഇങ്ങോട്ട് വരിക്കേ വേണ്ടു. പിന്നെ ഒരു കാര്യമുണ്ട്, ഫ്രിഡ്ജ് ഞാൻ ബാക്കിലത്തെ സോക്കറ്റായിട്ട് കണക്ട് ചെയ്തു. ഫ്രിഡ്ജ് എപ്പോഴും ഓണായി കിടക്കണതാണല്ലോ. ഓവൻ ഞാൻ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അവിടേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ഓവൻ എപ്പോഴും ഓണാക്കി ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫൈനലി അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതായി കാണുന്ന റോളിംഗ് ടിഷ്യൂ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഇതിനെന്താ പറയുക, മൈക്രോ ഫൈബർ ടിഷ്യൂ ആണെന്ന് തോന്നുന്നു, അത് വെച്ചിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ 1 2 ഉരുളക്കിഴങ്ങോ സവാളയോ ഉള്ളിയോ ഒക്കെ ഒന്ന് ചീഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ നമ്മുടെ ആ പ്ലാസ്റ്റിക്കും അങ്ങോട്ട് പിടിക്കും. എന്നിട്ട് വൃത്തികെട്ട സ്മെല്ലാവും. മാത്രമല്ല ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കളർ അങ്ങോട്ട് മങ്ങും. അപ്പോൾ ഇതിലാണ് എല്ലാം ഇട്ടിരുന്നത്, നമ്മുടെ വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ ഇട്ടിരുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുറച്ചധികം ദൂരം പോവുകയാണേ എന്തെങ്കിലും മേടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ തന്നെ, ഇപ്പോൾ തലൂരായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോൺ വെക്കുമ്പോഴേക്കും ഇപ്പോൾ അന്ന് റിയോ ചേട്ടനോ അല്ലെങ്കിൽ രതീഷോ അല്ലെങ്കിൽ പിള്ളേരെ ആരെങ്കിലുമൊക്കെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് തരുമായിരുന്നു. ഇപ്പോൾ മല്ലിച്ചപ്പൊക്കെ ചിലപ്പോൾ ഞാൻ ചില നേരത്ത് ഓൺ ദ സ്പോട്ടിലാണ് വിളിച്ച് പറയുക, അയ്യോ അത് കഴിഞ്ഞു എന്ന്. അപ്പോൾ അവരപ്പം തന്നെ കൊണ്ടുവന്ന് തരും. ഇപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഫ്ലൈറ്റ് പിടിച്ച് വന്നാലും ചുരുങ്ങിയത് ഒരു അരമണിക്കൂർ എടുക്കും. അത് കാരണം കൊണ്ട് ഒക്കെ ഞാൻ സ്റ്റോക്ക് ചെയ്യും കേട്ടോ. അമ്മയോട് പറഞ്ഞ അമ്മയാണ് കാറിലെടുത്ത് വയ്ക്കുക. അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഇല്ലാത്തതുണ്ടാന്ന്. കാരണം അമ്മയ്ക്ക് അറിയാം അതില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് എന്താന്ന്. പിന്നെ ഈ ഉള്ളി സബോള വെളുത്തുള്ളി സംഭവങ്ങളല്ലേ നമുക്ക് കൂടുതൽ ആവശ്യമായിട്ട് വരുള്ളൂ. അപ്പോൾ എല്ലാം സെറ്റാക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്യാം. നിങ്ങളുടെ കാർട്ടിൽ കുറേ നാളായിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ മേടിച്ചോ, അടിപൊളിയാണ്. നിങ്ങൾക്ക് അതവിടെ അങ്ങനെ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അതവിടെ അങ്ങോട്ട് ഇരുന്നോളും. അപ്പോൾ നമുക്കിനി ബാക്കി ഐറ്റംസൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ ഓൺലൈൻ വഴി മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റോറേജ് ബോക്സാണെന്ന് തോന്നുന്നു. കുറച്ച് നാളായി ഇതെൻ്റെ കബേർഡിലല്ല, നമ്മുടെ സ്റ്റോർ റൂമിൽ ഇരിക്കണു. അങ്ങനെ കുറേ ഇത് നെല്ലിക്ക അരിഷ്ടം ഉണ്ടാക്കാനും നെല്ലിക്ക കഷായം ഉണ്ടാക്കാനും അതുപോലെ തന്നെ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് വെറൈറ്റി ഐറ്റംസും ഉണ്ടാക്കുമ്പോൾ അത് കുറച്ച് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം, അല്ലെങ്കിൽ ഷോർട്സൊക്കെ ഇടാമെന്ന് വിചാരിച്ച് മേടിച്ച് കൊണ്ട് വെച്ചിട്ടുള്ളതാണ്. നമുക്കിപ്പോൾ നെല്ലിക്ക ഒരു 2-3 കിലോ ഇനിയുണ്ട് നെല്ലിക്ക. പിന്നെ നമുക്ക് പച്ചമുളക് കൂടെ അത്യാവശ്യമാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അവിടെ പച്ചമുളക് ധാരാളം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഒരു കട പോലും ഇല്ല. ഇനി പച്ചന അന്ന് നട്ട നമ്മുടെ കാലത്ത് പറിച്ചില്ലേ, അതൊന്ന് വലുതായി വന്നിട്ട് വേണം. അപ്പം നാരങ്ങ, നെല്ലിക്ക, അതുപോലെ തന്നെ പച്ചമുളക് അത് അതിലിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പാത്രമല്ല അത് എവിടെ നിന്നാണ് കിട്ടി. ഞാനത് കിട്ടുകയാണെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്നില്ലെങ്കിൽ നമ്മുടെ ഹൈലൈറ്റ് മാളിൽ നിന്ന് ലുലുന്ന് കിട്ടിയത് അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ മേടിച്ചതായിരിക്കും. പിന്നെ തക്കാളിയാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ മീൻ വെക്കുമ്പോഴും ചിക്കൻ വെക്കുമ്പോഴും ഒക്കെ തക്കാളി ഉപയോഗിക്കും കേട്ടോ. കുറച്ച് ദിവസമായി ഇങ്ങനെ നിർത്താണ്ട് പണിയെടുത്തിട്ട് പണികളൊന്നും പറയാൻ പറ്റില്ല. എന്നാലും നമ്മളിങ്ങനെ കുറേ നാളായിട്ട് ഒരു ഒരു ഒഴുക്കം മട്ടിൽ അങ്ങോട്ട് പോവായിരുന്നു, ഒരു ഫ്ലോക്ക് പോവായിരുന്നു. ഇന്ന് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു. ഓടാണ്ടായിരുന്നു, ചാടാണ്ടായിരുന്നു, ജിമ്മിന് പോകാണ്ടായിരുന്നു, ശ്രീകുട്ടനെ കൊണ്ടുവരാണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ആൻറ്റീൻ്റെ അടുത്തേക്കൊക്കെ പോയി വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് മുറ്റടിച്ച് വരാനൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്നും കാണിക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ അങ്ങനെ സ്കിപ്പ് അടിച്ചു. അപ്പോൾ കുറച്ച് എന്താ പറയുക, ചെമ്മീൻ കൂട്ടാനും അതുപോലെ തന്നെ ചീര ഉപ്പേരി, പിന്നെ ഡെൽസിയായിട്ട് നമ്മുടെ പ്രഷർ ചീര ഉണ്ടല്ലോ, നിങ്ങൾ നല്ലിങ്ങനെ എലിച്ചീര എന്നൊക്കെ പറയും തോന്നുന്നു. വേണ്ട, ഈ ചീര ഇതും കറി വെച്ച് വെക്കാമെന്ന് വിചാരിക്കണം. ഞാൻ കുറച്ച് കറികൾ വെച്ച് വെക്കാമെന്ന് വിചാരിക്കണ്ടേ. ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ച് തിരക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ 1-2 പ്രോഡക്റ്റുകൾ ചേച്ചിമാർ അയച്ചു തന്നത്, പ്രൊമോഷൻ പ്രോഡക്റ്റുകളല്ല,
ഇങ്ങനെ വളർന്നു വരുന്ന പേജുകൾ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ജസ്റ്റ് 100 ബിലോ ഉള്ള സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സ് ഉള്ള കുറച്ച് പേജുകളിലത്തെ കുറച്ച് ചേച്ചിമാരോട് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ 1-2 വീഡിയോസ് അങ്ങനെ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അച്ചാറ്, പിന്നെ ഒരു തേങ്ങ ചിരകണ സംഭവം, പിന്നെ ഒരു പീരിയഡ്സിൻ്റെ എന്തോ സംഭവം, പിന്നെ ഒരു ഡ്രീം ക്യാച്ചർ, അങ്ങനെ കുറച്ച് പേജുകളിൽ നിന്ന് കുറച്ച് പിള്ളേർ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ചാനലിൽ കാണുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അവരായിട്ട് തുടങ്ങിയിട്ടുള്ള ബിസിനസ്സുകൾ ഒന്ന് പ്രൊമോട്ട് ചെയ്യുമോ ശ്രീജ എന്ന് ചോദിച്ചു. നമുക്ക് കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സ് അറിയുമ്പോൾ നിങ്ങൾ മേടിക്കുമല്ലോ, അപ്പോൾ അവർക്കൊരു സഹായം ആവുമല്ലോ. എനിക്ക് അങ്ങനെ എല്ലാവരും സഹായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ പോലെ നമുക്കറിയാം ഒരു ബിസിനസ് വളർത്തിക്കൊണ്ടുവരാനുള്ള സ്ട്രഗിൾ എന്താന്ന്. അപ്പോൾ എന്നെ കൊണ്ടാവുന്ന സഹായം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് മറ്റുള്ളവരെ സഹജീവികളെ സഹായിക്കാൻ പറ്റുള്ളൂ. ഒരു ഗ്ലാസ് പാൽച്ചായ കുടിച്ചതായിരിക്കും വയറുവാരി എടുക്കുള്ളൂ. കുറേ നാളായിട്ട് അതൊന്നും പതിവില്ല. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കിന്ന് ചെമ്മീൻ കറി വെക്കാം. ചെമ്മീൻ കറി വെച്ചിട്ട് നമുക്ക് 2 പോർഷനാക്കിയിട്ട് മാറ്റി വയ്ക്കാം. 2 പോർഷനല്ല, 3 പോർഷനാക്കിയിട്ട് മാറ്റി വയ്ക്കാം. നാളികേര കരച്ച് നല്ല കുടംപുളിയൊക്കെ ഇട്ടിട്ട് വയ്ക്കാം. കുടംപുള്ളി ഇട്ട് വെച്ചാൽ നല്ല ചെമ്മീൻ കറിയുണ്ട്. വെണ്ടയ്ക്ക സാമ്പാർ വയ്ക്കണം. കാരണം നാളെയും മറ്റന്നാളും ഒക്കെ ചമ്മന്തി അരയ്ക്കണം. നമുക്ക് നമ്മുടെ പരിപാടികൾ തുടങ്ങാൻ കുട്ടികളെ. ഞാൻ നമ്മുടെ കിച്ചണിൽ സ്റ്റോറി ടെല്ലിൻ്റെ കഥകൾ കേട്ടിട്ടാണ് കൂടുതലും വർക്ക് ചെയ്യുക. പിന്നെ ഞാൻ അഡിക്റ്റ് ആയി തുടങ്ങി. എനിക്കത് മനുഷ്യന്മാരുടെ ശബ്ദം എപ്പോഴും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ത്വര ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അതായത് മനുഷ്യന്മാരുടെ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനത് എന്താ പറയുക, അറിഞ്ഞുകൊണ്ട് തന്നെ അതിനോട് കുറയ്ക്കാൻ ശ്രമിച്ചു തുടങ്ങി. എന്നാലും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ സിഗരറ്റ് ഒക്കെ വലിക്കുന്നവർക്ക് സിഗരറ്റ് വലിക്കാണ്ടാകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരില്ലേ, അതുപോലെ ഒരു ഫീൽ വരും. അപ്പോൾ ഞാൻ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇച്ചിരി നേരം കഥ കേൾക്കും. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റോറി ടെല്ലിൻ്റെ കഥ കേട്ടിട്ടാണ്. മാനസിയാണ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്, മാധവിക്കുട്ടിയുടെ കേട്ടോ. നല്ലതാണ്, അതൊരു അഡിക്ഷനാണ്. പക്ഷെ ചില സമയങ്ങളിൽ നമ്മുടെ ചിന്തകൾ ആ കഥയിലേക്ക് മാത്രം പോവും. അപ്പോൾ നമുക്ക് വേറെ ഉള്ളതൊക്കെ മറന്നു പോകും, നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ മറന്നു പോകും. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് മീൻകറി വെക്കാൻ പോകണടാ. നമ്മുടെ ചെമ്മീൻ കറിയാണ് വെക്കാൻ പോണത്. അപ്പോൾ ഞാൻ ആ സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ജാറിൽ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടി, അതോടൊപ്പം തന്നെ നാളികേരം പാൽ, അത്രയും സാധനങ്ങളാണ് അടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എണ്ണ ഒഴിക്കുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ സംഭവങ്ങൾ ഇട്ട് കൊടുക്കുന്നു. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. കുഞ്ഞുള്ളിയാണ് നമ്മൾ ധാരാളം യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. നന്നായിട്ടൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളതൊന്ന് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിൽ പുളി ഇട്ട് കൊടുക്കാം. നമ്മൾ കുടംപുളി തന്നെയാണ് ഇടുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ തക്കാളി കുനുകുന അരിഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അത്ര കുനുകുന ഇല്ല അല്ലേ, കഷ്ണങ്ങളാക്കിയത് മതി. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച് നമ്മുടെ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ കേട്ടോ. ആ മൂടി കൊണ്ട് അടയണില്ല, അത് ചെറുതാണ് നമ്മുടെ ആ ചീനച്ചട്ടി. പക്ഷേ എനിക്ക് ഈ ചീനച്ചട്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൽ വെക്കുന്ന കറികളെ അടിപൊളിയാണ്. ഇതിങ്ങനെ ഇന്ന് വെച്ചിട്ട് നാളെ കഴിക്കണം, അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ, ആ ചാറ് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. നമ്മൾ നാളികേരം പാൽ ചാറുണ്ടല്ലോ, അതാണ് അതിലേക്ക് ഒഴിച്ചത്. നല്ല കുനുകുനാന്നുള്ളൊരു ചാള വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അതിനെ കരിമ്പ് പോലെ ഇരിക്കുന്ന ചാളാന്നൊക്കെ പറയില്ല, അത്രയും ഫ്രഷ് ചാള അതുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് വൃത്തിയാക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പകുതി ഒന്ന് വൃത്തിയാക്കി വന്നപ്പോഴേക്കും ഇവിടെ നമ്മുടെ കുടംപുളി ഇട്ട് വെച്ച ചെമ്മീൻ്റെ ചാറ് തിളച്ച് വന്നു. പിന്നെ ചെമ്മീൻ ഇട്ട് കൊടുത്തു. അത് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ, ഒരുപാട് ആവണ്ട. ഓയാൽ നമ്മുടെ റബ്ബറും കഷ്ണം പോലെ ഇരിക്കും ചെമ്മീൻ. അപ്പോൾ നമ്മളൊന്നൊരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചു. ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടുള്ള തിളക്കലും കൂടിയായി. നമ്മൾ അതിലേക്ക് ഉള്ളി കാച്ചിപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടോ. അപ്പോഴേക്കും ഞാൻ ഓടിപ്പോയിട്ട് നമ്മുടെ ചാള വെള്ളം ഇറക്കട്ടെ. ഞാൻ ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ആക്ച്വലി ഞാൻ ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് പറയണത് മിസ് ചെയ്യുന്നുണ്ടെന്നല്ലേ നിങ്ങൾ പറയണേ, എനിക്ക് മനസ്സിലാവേണ്ടത്. അപ്പോൾ ചാള നമ്മൾ വരഞ്ഞ് വെച്ചതുകൊണ്ട്, കറിക്ക് വെച്ചതുകൊണ്ട്, വരഞ്ഞ് വെച്ചത് നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് അതിൻ്റെ ഉള്ളിൽ ഈ വെളുത്തുള്ളി, അതിൻ്റെ ഉള്ളിൽ പച്ചമുളകും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് കറിവേപ്പിൻ്റെ ഇലയും അതിൽ കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. സാധാരണ നമ്മുടെ പിഴുപുളി ഇല്ലേ, സാമ്പാർ പുളി, അതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ വരഞ്ഞ് വറക്കാൻ വെച്ച മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ, സംഭവം സെറ്റാണ്. ഇതേ കുറച്ച് മീൻ കൂട്ടാനും കൂടെ. അപ്പം മീൻ കൂട്ടാനും വേണ്ടിയിട്ട് നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ കുഞ്ഞുള്ളി ധാരാളം വേണം കേട്ടോ. ഒരു ദിവസം ഞാൻ ഈ മീൽ പ്രപ്പ് ചെയ്യുന്നേക്കാളും തലേദിവസത്തെ പ്രിപ്പറേഷൻസിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. കാരണം ഉള്ളി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ച് നമ്മുടെ ഫ്രിഡ്ജൊന്ന് ഒതുക്കണ വീഡിയോ ഞാൻ ഒരു ദിവസം ചെയ്യാം കേട്ടോ. അതും നിങ്ങൾക്ക് ചെയ്യാൻ എല്ലാവരും ചെയ്യുന്നതൊക്കെ തന്നെയാണ്,
എന്നാലും നമുക്ക് വേറെ വല്ല കണ്ടന്റും വേണ്ടേ. വീട്ടിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളല്ലേ എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഈ ഒരു ലോകത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒരു മോചനമില്ല, ചാത്തൻ്റെ മടയിൽ നിന്ന് മോചനമില്ല എന്ന് പറഞ്ഞ പോലെ ഞാനിവിടെ പെട്ടിട്ടൊക്കെ. അപ്പോൾ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് മാത്രം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വളവളപ്പനും ഈ വക വീട്ടിലത്തെ പരിപാടികളൊക്കെ ഇനിയാണ് ഇഷ്ടം എന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മളിത് അതിൽ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വാട്ടി വന്നപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് സവോള ഇട്ട് കൊടുത്ത് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി നന്നായിട്ടൊന്ന് വഴണ്ട് വന്നപ്പോൾ തക്കാളി നമ്മൾ അടിച്ചാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൽ പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വെന്ത് വന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി എണ്ണ അങ്ങനെ പൊന്തി വന്നപ്പോൾ നമ്മുടെ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് 2 ദിവസത്തേക്കുള്ള കറി ഉണ്ടാവും കേട്ടോ. ഇവിടെ ഭാഗ്യന് ചെമ്മീൻ കഴിക്കാൻ പറ്റില്ല, ചെമ്മീൻ അലർജിയാണ്. അപ്പോൾ നമ്മൾ അത് കാരണം കൊണ്ടാണ് നമ്മുടെ ചാള കറി വെച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു മീനും അവസാനിപ്പിക്കാനോ വഴി ചിക്കനും കൂടി. ഇന്ന് വെജ് ഒന്നും വെച്ചിട്ടില്ല, വെജിൻ്റെ പരിപാടി നാളത്തേക്ക് മാറ്റി വെച്ച് നോക്കുക. കുക്കർ വന്നാൽ പിന്നെ സാമ്പാറാണ്. നമുക്ക് സാമ്പാർ വയ്ക്കാം. നാളേക്ക് നമുക്ക് ഇഡ്ഡലിയാണ്. അപ്പോൾ നാളെ ഇഡ്ഡലിയാണെങ്കിൽ മറ്റന്നാ ദോശ. അപ്പോൾ നമുക്ക് സാമ്പാർ വേണ്ടേ? സാമ്പാർ ചട്നി വേണ്ടേ? വേണം, വായോ. ഒരു തിരുത്തുണ്ട്, സാമ്പാർ വെജിറ്റേറിയൻ ആണെന്ന്. അപ്പോൾ വെജിറ്റബിൾ കറികളിൽ നമ്മൾ സാമ്പാർ ഉൾപ്പെടുത്തിക്കൊണ്ട് മസൂർ ദാലാണ് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണെങ്കിലും പറയണേ. അത് നമ്മൾ കുറച്ച് പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് വെന്ത് വരുമ്പോഴേ മഞ്ഞ കളറിൽ സാധാരണ നമ്മുടെ പരിപ്പ് പോലെയാണ് ഇരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കറികളിലേക്ക് നിങ്ങൾക്ക് ഏതൊക്കെ വേണം, ഏതൊക്കെ പച്ചക്കറികൾ വേണം അതൊക്കെ നിങ്ങൾക്ക് ഇടാം. എൻ്റെ സാമ്പാറാണെങ്കിൽ ഭൂമിയിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള സാമ്പാർ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഭയങ്കര എളുപ്പമാണ് സാമ്പാർ വയ്ക്കാൻ. നല്ല അരച്ചൊഴിച്ച കട്ടി സാമ്പാറില്ലേ, അതുപോലെ കിട്ടും ചെയ്യും. അപ്പോൾ അതിലേക്ക് നമ്മളിതാ നമ്മുടെ നല്ല നന്നായിട്ട് വെന്ത പരിപ്പിലേക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സാമ്പാർ പൊടി അത് 2 വലിയ ഒരു 4 ടീസ്പൂൺ തന്നെ, ടേബിൾ സ്പൂൺ തന്നെ വിചാരിച്ചു നിങ്ങൾ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് ഉപ്പിട്ടിട്ട് ഇതൊന്ന് വേവിക്കാം. ഒരൊറ്റ വിസിൽ മതി കേട്ടോ. നമ്മൾ വിനോദിൻ്റെ കുക്കറാണ് യൂസ് ചെയ്യുന്നത്. അത് കാരണം കൊണ്ട് ഒരൊറ്റ വിസിൽ തന്നെ ആ കഷ്ണങ്ങളൊക്കെ വെന്ത് വരും. എന്നിട്ട് ഇനി അതിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു, കാരണം അത്രയ്ക്കധികം പൊന്തി വന്നു നമ്മുടെ പരിപ്പും സംഭവങ്ങളൊക്കെ ആയി വന്നപ്പോഴേ. അപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അതിനെ മാറ്റിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി പരിപാടികളൊന്നുമില്ല. ഇനി നമ്മൾ അതിലേക്ക് കടുക് പൊട്ടിക്കുന്നു, വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നു, അതുപോലെ തന്നെ ഈ ഒരു എന്താണ് പറയുന്നത്, കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നു. വേണമെങ്കിൽ ഇത്തിരി സാമ്പാർ പൊടി ഇപ്പം ഇടാം. പിന്നെ കുറച്ച് കായം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കായം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി കട്ടി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടി വിതറിയാൽ മതി. മല്ലിയില ഞാൻ ലാസ്റ്റ് വിതറുന്നുണ്ട്, ഞാനിത് മറന്നായിരുന്നു. നമ്മുടെ സാമ്പാർ റെഡിയായി. ഇനി ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഐറ്റംസാണ് തയ്യാറാക്കണത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ അരയ്ക്കാൻ പോകുന്നത് അപ്പത്തിലേക്കാണ്. ഇവിടെ അപ്പം നന്നായിട്ട് ചിലവാകും. ശ്രീകുട്ടൻ്റെ സ്കൂളിലേക്കും ശ്രീകുട്ടൻ സ്കൂളിലേക്ക് വെജ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അപ്പം നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ മുട്ടക്കറി വെക്കുന്ന പോലെ തന്നെ മുട്ടയില്ലാതെ നമ്മുടെ മറ്റേ കറികൾ വെച്ച് കൊടുക്കും. എന്താണ് പറയുക, ഗ്രേവികൾ വെച്ച് കൊടുക്കും. അയ്യോ ഞാൻ ഇതിൻ്റെ ഇത് പറഞ്ഞില്ലല്ലോ. അപ്പോൾ നമ്മൾ അപ്പത്തിലേക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നത് അരി, അതുപോലെ തന്നെ നാളികേരം, ഇത്തിരി ഈസ്റ്റ്, ചോറ്, ഈ 4 സാധനങ്ങൾ മാത്രമേ ഇടുള്ളൂ കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ പൊന്തി വരും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇഡ്ഡലി ദോശ ബാറ്ററും ഞാൻ ചെയ്യുമ്പോൾ ആദ്യം ഉഴുന്നടിച്ചെടുക്കും, നന്നായിട്ട് വെണ്ണ പോലെ അടിച്ചെടുക്കും. അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ചോറിട്ട് കൊടുത്തിട്ടാണ് അടിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു അരി ഉണ്ടല്ലോ, പൊന്നീര അരിയാണ് എടുക്കാറുള്ളത്. അത് നന്നായിട്ട് ഇതുപോലെ ഇപ്പം ഇഡ്ഡലിക്ക് ആയാലും ഞാൻ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കും. ഇതൊക്കെ പറയണേ, വെണ്ണ പോലെ അരച്ചെടുക്കും. എന്നിട്ട് നമുക്ക് ഇതും കൂടെ കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ സാധനം പൊന്തില്ല. ഇഡ്ഡലിക്കും ദോശയ്ക്കും നന്നായിട്ട് പൊന്തി വന്നാലാണ് അങ്ങനെ പൂ പോലെ ഇരിക്കുള്ളൂ. അപ്പോൾ അതും നമ്മൾ സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ദൈവമേ എൻ്റെ ചീര ഈ സംഭവങ്ങളൊക്കെ ഇവിടെ ഇരിക്കുകയാണല്ലോ, ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഡെൽസി ആൻറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന പ്രഷർ ചീരയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ അത് കെട്ടിപ്പൂട്ടി ഒരു കവറിലാക്കി നാളെ വെക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഞാൻ നാളത്തെ വ്ളോഗിൽ ഇനി എൻ്റെ ഉപ്പേരി ഐറ്റംസ് എങ്ങനെയാണ് റെഡിയാക്കണമെന്ന് പറയാം. കാരണം നന്നായിട്ട് വെജിറ്റബിൾസും അതുപോലെ തന്നെ അപ്പോൾ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഒക്കെ വേണ്ട രീതിയിൽ ഉള്ളിലേക്ക് എത്തിയാലാണ് നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഹെൽത്ത് നോക്കുന്നത് കൊണ്ട് ഒരു ഉപയോഗത്തിലേക്ക് എത്തുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് നേരം നിന്നപ്പോഴേ ഭയങ്കരമായിട്ട് ബോറടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവില്ലെന്നല്ല, നമ്മളിങ്ങനെ സാച്ചുറേറ്റഡ് ആവാന്ന് പറയില്ലേ. അപ്പം ഞാൻ ചെയ്യുന്നൊരു പരിപാടിയാണ് ഇതുപോലെയുള്ള പരിപാടി. ഞാൻ ഭയങ്കരമായിട്ട് റിലാക്സ് ആവും ആ സമയത്ത്. എൻ്റെ ആ സന്തോഷം നിങ്ങൾക്ക് തോന്നില്ല ഇവളെന്തൊരു ഓവറാന്ന്. പക്ഷേ അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഹാപ്പിനെസ്സാണ്. അത് നമ്മൾ കുറച്ച് നേരം മുഖത്തൊക്കെ എന്തെങ്കിലും ഇടും. പിന്നെ കുറച്ച് നല്ല വലിയ
നമ്മുടെ ചില ചെയ്യ ആ പാട്ടൊക്കെ കേൾക്കും. അപ്പോൾ നമ്മുടെ മൂഡ് എന്തോരം നമ്മൾ ഡല്ലായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും എൻ്റെ മൂഡ് മാറും. ഞാൻ 2 സ്റ്റെപ്പൊക്കെ ഇടുമ്പോൾ ഞാൻ വേറൊരു വൈബിലേക്ക് എത്തും. പിന്നെ വീണ്ടും നമ്മുടെ എനർജി റീസ്റ്റോർ ചെയ്ത് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാൻ പറ്റും. ഇനി ഇഷ്ടമുള്ള പരിപാടികളൊന്നുമല്ല ചെയ്യാൻ പോണത്, വൃത്തിയാക്കലും പാത്രം കഴുകലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ സമയത്താണ് അമ്മേനെ വിളിക്കുന്നതും അമ്മോട് വിശേഷങ്ങൾ പറയണതൊക്കെ. അപ്പോൾ ശ്രീകുട്ടനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ സമയത്ത് അവിടെ നിന്ന് ഞാൻ ചിക്കൻ മേടിച്ചായിരുന്നു. അപ്പോൾ ആ ചിക്കൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് മന്തി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഇനി മന്തിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചത് സ്ഥലമില്ലല്ലോ. അത് കാരണം കൊണ്ട് കുഞ്ഞ് ഫ്രിഡ്ജാണ് നമ്മുടെ, അത് കാരണം കൊണ്ട് അത്ര കുഞ്ഞിതല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് മന്തി നാളെ ഉണ്ടാക്കാൻ ആ ചിക്കൻ നമ്മൾ ഒന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടിട്ടുണ്ട്, മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി, അതിൽ 6 പൊടികളാണ് ഉള്ളത്. ആ 6 പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അതൊക്കെ ആക്കി വരുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു അപ്പത്തിൻ്റെ ബാറ്ററി പൊന്തി വന്ന് കണ്ടാൽ ഇത് പൊന്തി വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഏതാണ്ട് സിനിമയിൽ ഹായ് എൻ്റെ അപ്പത്തിൻ്റെ മാവ് പൊന്തി എന്ന് പറയണില്ല, അതുപോലെ സീമാജി നായർ അതുപോലെ എൻ്റെ മാവ് എന്താ പൊന്തി വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ എന്താ മാരിനേറ്റ് ചെയ്ത് നമ്മുടെ ചിക്കൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മാവി ഇനി കുറച്ചും കൂടി നാളെ കാലത്തേക്കും കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആകെ അടുക്കള വൃത്തികേടാവും എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് വെള്ളം ആക്കിയിട്ട് അതിലേക്ക് ഇറക്കി വെച്ചു കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കൻ നമ്മുടെ ഫോയിൽ കൊണ്ടൊന്ന് സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിന് വറുത്ത് മന്തി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, കാരണം അത്യാവശ്യം നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ മസാല എങ്ങനെയാണ് വെച്ചിട്ടുള്ളതെന്നൊക്കെ. അതൊന്നും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ഇന്നത്തെ പണ്ടത്തെ അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് അല്ല കുക്കിംഗ് എന്ന് തോന്നുന്നു. എല്ലാവർക്കും കുക്കിംഗ് അറിയാം. ഇനിയിപ്പോൾ അറിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ കുഞ്ഞനൊക്കെ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് അവൾക്കൊന്നും നമ്മളെ വിളിച്ച് ചോദിക്കേണ്ടി ഒന്നും വരാറില്ല. ഞാനൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അമ്മോട് വിളിച്ച് ചോദിക്കും, ചേച്ചിയോട് വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നത്. ഇപ്പം അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. പിള്ളേർ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വേണ്ട റെസിപ്പീസാണ്. സിമ്പിൾ വേണോ, ഹെവി വേണോ, ഹെൽത്തി വേണോ, എൻ്റെ പൊന്നെ എത്രയോ റെസിപ്പികളെ കാണുമ്പോൾ തന്നെ നമുക്കതൊന്ന് ട്രൈ ചെയ്യണമല്ലോ എന്ന് തോന്നും. പറഞ്ഞിരിക്കില്ല, എൻ്റെ കിച്ചൺ റെഡി ആയിട്ടുണ്ട് കേട്ടോ, വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പോവാം, കിടന്നുറങ്ങാം. സമയം 12 മണിയാവാം 10 മിനിറ്റ്. പിറ്റേ ദിവസം ജിമ്മിലേക്ക് പോയി വന്നപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കണ്ടത്. ഗുഡ് മോർണിംഗ്. ജിമ്മിൽ പോയി വന്നതാട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ തിരിച്ച് ഫ്രിഡ്ജിൽ കയറ്റാമെന്ന് വിചാരിക്കുകയാണ്. ഒരു 3-4 പോർഷനായിട്ടാണ് ഫ്രിഡ്ജിൽ കയറ്റുക. അപ്പം ഇന്നത്തെ കാലത്ത് ഞാൻ എണീറ്റ് വരുമ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലി മാവ് ആകെ പൊന്തി ഇവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. വേണ്ട, അപ്പൊ നമുക്കതിനെ നാളത്തേക്ക് ഇഡ്ഡലി ആക്കാം. ഇന്ന് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടാ, നാളത്തേക്ക് ഇഡ്ഡലി ആക്കാം. അതുപോലെ മറ്റന്നാളത്തെ പിന്നെ അപ്പം നമുക്ക് 2 പോർഷനായിട്ട് തിരിക്കാം. അതുപോലെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലാക്കി വെക്കുക കേട്ടോ. ഇത്രയ്ക്ക് സാമ്പാറാണ് നമുക്ക് ഒരു ദിവസം വേണ്ടി വരുള്ളൂ. അത് മുഴുവനും ഞാനെന്നെ കഴിച്ചു തീർക്കാം. പിന്നെ ശ്രീകുട്ടിന് ഞാനാണ് ചോറ് വാരി കൊടുക്കുകയും, അപ്പൊ അവന് ഇതിന് ഇത്തിരി എടുക്കും. പിന്നെ മീൻ വറുത്തത് മീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂട്ടി അതിനാട് കഴിക്കും. അപ്പൊ ഇതുപോലത്തെ കണ്ടെയ്നർ മേടിച്ച് വെക്കുന്നത് അടിപൊളിയാണ്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ ആ ഒരു സ്ക്രോൾ ചെയ്ത് പോകുന്ന ബട്ടണിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റുകൾ കിട്ടും കേട്ടോ. ഇതൊക്കെ നമ്മൾ കുറച്ചധികം നാളായിട്ട് ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്, ഇങ്ങനെ മീൽ പ്രെപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അപ്പം മൊത്തത്തിൽ അങ്ങ് എടുത്ത് അതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള അപ്പം നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ബാറ്റർ, അതായത് ദോശയുടെ ബാറ്റർ 2 എണ്ണമായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, അതായത് 2 പാത്രത്തിലാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോഴും ഈ ഒരു തൈരിൻ്റെ പാത്രത്തിലൊക്കെ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പാത്രങ്ങൾ കഴിഞ്ഞിടോ സ്റ്റോർ ചെയ്യാനുള്ളത്. പിന്നെ നമ്മൾ ചെമ്മീൻ കറി 2 എണ്ണത്തിലാക്കി, ഇന്നത്തേക്ക് കഴിക്കാനുള്ള മത്തിക്കറിയും ബാക്കി വെച്ച് ബാക്കിയുള്ളത് വേറെ ഒരെണ്ണത്തിലാക്കി, സാമ്പാറും കുറച്ച് ഇന്നത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് സെറ്റാക്കി. ഇനി പിന്നാമ്പുറം കാണിച്ച് പിള്ളാച്ചെന്ന് നിങ്ങൾ പറയുമോ? ഇപ്പോൾ പിന്നാമ്പുറം കാണിക്കുന്നില്ല, ഫ്രണ്ട് തന്നെ കാണിക്കുന്നുണ്ട്. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ മീൽ പ്രപ്പായിരുന്നത്. ഇപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോ? അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ നാളെ നമുക്ക് ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ശ്രീജ.